ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. പലപ്പോഴും നമ്മുടെ ചാറ്റ് ഇതെല്ലാം തന്നെ ലീക്ക് ആകാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എല്ലാം യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇത് നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ഒന്നും ലഭിക്കില്ല. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ നിന്നും ഒരാൾക്ക് മെസ്സേജ് എല്ലാം അയക്കുമ്പോൾ ഇത് നമുക്ക് അപ്പുറത്തുള്ള ആൾക്ക് അവർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക. ഇതിനിടയിൽ ആർക്കും തന്നെ ഈ ഒരു മെസ്സേജ് കാണാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു പ്രൈവസിയാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നെല്ലാം പറയുന്നത്. അതായത് മറ്റു തേർഡ് പാർട്ടിക്കോ മറ്റാളുകൾക്കോ ഒന്നും തന്നെ ഈ ഒരു മെസ്സേജ് ഇത് ആക്സസ് ചെയ്യാനൊന്നും സാധിക്കില്ല. എന്നാൽ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു കാര്യമെല്ലാം വളരെയധികം സെക്യൂർ ആക്കി വെക്കണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ചെയ്യേണ്ടതായ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുണ്ട്. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് വാട്സപ്പിലെ സെറ്റിങ്സ് എന്നതിൽ പോവുകയാണ്. ഇത്തരത്തിൽ സെറ്റിങ്സ് എന്നതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ ചാറ്റ്സ് എന്ന് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ചാറ്റ് ബാക്കപ്പ് എല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. ഇവിടെ ഈ ചാറ്റ് ബാക്കപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഈ ബാക്കപ്പ് ഓപ്ഷൻ എല്ലാം ഞാൻ ഓൺ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് എല്ലാ ദിവസവും ഇവിടെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം ബാക്കപ്പായി സ്റ്റോർ ചെയ്യണമെന്ന് ഞാൻ ഇവിടെ ഡെയിലി എന്ന് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എല്ലാം ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗൂഗിൾ അക്കൗണ്ടിലേക്കാണ് ഇത്തരത്തിൽ നമ്മുടെ ബാക്കപ്പ് എല്ലാം സ്റ്റോർ ആവുക. എന്നാൽ ഇങ്ങനെ സ്റ്റോർ ആകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എല്ലാം വേണമെങ്കിൽ ഇതിന് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. പലരും ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്യാറില്ല. അതിനാൽ തന്നെ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ഇത്തരത്തിൽ ഇത് ഫുൾ സെക്യൂർ ആയിരിക്കുന്നു എന്നെല്ലാം പറയാൻ സാധിക്കുക. അതിനാൽ തന്നെ നിങ്ങളുടെ ചാറ്റിൽ ഇതിൻ്റെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ബാക്കപ്പ് എല്ലാം ഓൺ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രൊട്ടക്റ്റ് യുവർ ബാക്കപ്പ് വിത്ത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ബാക്കപ്പ് ചെയ്യുന്ന കാര്യം ഇത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എല്ലാം വേണമെങ്കിൽ ഈ ഒരു കാര്യം സെറ്റ് ചെയ്ത് വെക്കാനാണ് ഇവിടെ പറയുന്നത്. യുവർ ബാക്കപ്പ് വിൽ ബി സേഫ് ഈവൻ ഇഫ് യു ലോസ് യുവർ ഫോൺ. സെക്യൂർ യുവർ ബാക്കപ്പ് വിത്ത് എ പാസ്വേഡ് ഓർ ആൻ എൻക്രിപ്ഷൻ കീ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഫോണെല്ലാം നഷ്ടപ്പെടുകയാണെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ കയ്യിൽ നിന്നും മിസ്സാവുകയാണെങ്കിൽ പലർക്കും ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ആക്സസ് ചെയ്യാനെല്ലാം സാധിക്കും. അതായത് നമ്മുടെ ചാറ്റ്സ് എല്ലാം. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എല്ലാം ഓൺ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഡാറ്റ ലോസേജ് അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ലീക്കാകുന്നത് ഇതെല്ലാം നമുക്ക് തടയാൻ സാധിക്കുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ വാട്സപ്പ് തന്നെ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ചാറ്റ് അല്ലെങ്കിൽ ബാക്കപ്പ് എന്നത് ഇത് നമ്മൾ ഓൺ ചെയ്യണമെന്നത്. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ടേൺ ഓൺ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി ഇപ്പോൾ ഇവിടെ നമുക്ക് ക്രിയേറ്റ് എ പാസ്വേഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പാസ്വേഡ് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഇങ്ങനെ പാസ്വേഡ് എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പാസ്വേഡ് നമ്മൾ മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പാസ്വേഡ് എല്ലാം മിസ്സാവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഇത് ആക്സസ് ചെയ്യാനെല്ലാം ബുദ്ധിമുട്ടാകും. അതിനാൽ തന്നെ ഇവിടെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഇത്തരത്തിൽ ക്രിയേറ്റ് എ പാസ്വേഡ് എന്നതിൽ ടാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് 64 ഡിജിറ്റ് എൻക്രിപ്ഷൻ കീ എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതായത് 64 ഡിജിറ്റുള്ള ഒരു എൻക്രിപ്ഷൻ കീ എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഇത്തരത്തിൽ നമുക്ക് ഈ ചാറ്റ് ബാക്കപ്പ് എല്ലാം എൻക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ക്രിയേറ്റ് പാസ്വേഡ് എന്നതിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു പാസ്വേഡ് എല്ലാം കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പാസ്വേഡ് എല്ലാം സെറ്റ് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതായത് മിനിമം 6 ക്യാരക്ടറെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു ലെറ്റർ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ റീടൈപ്പ് പാസ്വേഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഒരു പാസ്വേഡ് ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിനാൽ തന്നെ ഞാൻ ഇവിടെ ഇത് റീടൈപ്പ് ചെയ്ത് അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാം ക്രിയേറ്റ് യുവർ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ താഴെ വന്നിരിക്കുന്ന ക്രിയേറ്റ് എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എനേബിളിംഗ് ദിസ് ഓപ്ഷൻ എന്ന് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഇത് പ്ലീസ് വെയിറ്റ് എ മൊമെന്റ് 100%. അതുപോലെ നമ്മുടെ ഈ അപ്ലോഡിങ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അതായത് നമ്മുടെ ഈ ബാക്കപ്പ് എല്ലാം തന്നെ ഇപ്പോൾ എൻഡ് ടു എൻഡ് ഇത് എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു മെസ്സേജ് കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും.
അതായത് അത്രയും ഫുൾ സെക്യൂരിറ്റിയോട് കൂടി നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ചാറ്റ് എല്ലാം സേവ് ചെയ്തു വെക്കാനെല്ലാം, അതായത് ബാക്കപ്പ് ചെയ്തു വെക്കാനെല്ലാം ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഡാറ്റ എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങളുടെ ചാറ്റ്സ് എല്ലാം നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ വാട്സപ്പ് റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് ഇത് നമ്മൾ ഓൺ ചെയ്ത് വച്ചിരിക്കണം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്